ഒമാനിലെ വളരെ മനോഹരമായ ഒരു പിക്നിക് സ്പോട്ട് കണ്ടാലോ? കുട്ടികൾ വളരെ സന്തോഷമായിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ആഴമില്ലാത്ത ഒരു ഏരിയയാണ്. കുട്ടികൾക്ക് ഇറങ്ങി തുഴയുവാനും അതുപോലെ നീന്തൽ പഠിക്കുവാനും ഒക്കെയുള്ള നല്ല ഒരു സ്പോട്ടാണ്. ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. വലിയൊരു മലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. ആഴമില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരും ഒക്കെ അതിലിറങ്ങി ആസ്വദിക്കുന്നുണ്ട്. എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒമാനിലെ ഒത്തിരി പിക്നിക് സ്പോട്ട് ഉണ്ട്. അതിലൊരു ഭാഗമാണ് ഇത്. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ ആണല്ലോ, കുട്ടികളെ കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ആൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പേടിയൊന്നുമില്ല, അവർ വളരെ ആസ്വദിച്ചോളും. അവർക്ക് അവിടെ നീന്തി കളിച്ച് ഉല്ലസിക്കുവാനുള്ള ഒരു അവസരം ആണ് ഇത്. ഇതുപോലെ ഓട പോലെ കെട്ടി അതിനകത്ത് നല്ല വെള്ളം നിറച്ച് അതിലും കുട്ടികൾക്ക് നീന്തിക്കളിച്ച് നടക്കുവാനായിട്ടൊക്കെ സാധിക്കും. പേരൻസ് കൂടെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം കുട്ടികൾക്ക് ആസ്വദിക്കുവാനുള്ള സ്ഥലമാണെങ്കിലും നമ്മളുടെ ശ്രദ്ധ വിട്ടുപോകരുത്. നീന്തലൊക്കെ പഠിക്കാനായിട്ട് വളരെ സൗകര്യമാണ്. അങ്ങനെ കുട്ടികളൊക്കെ ആർത്ത് ഉല്ലസിച്ച് രസിച്ച് നടക്കുന്ന കാഴ്ച ഒമാനിലെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പിക്നിക് സ്പോട്ടാണ്. നല്ല ക്ലീൻ വെള്ളമാണ്. പിള്ളേരൊക്കെ ചാടി ഇറങ്ങി തോന്നുന്നു. ചാടി അങ്ങോട്ട് വീട് പാടി. അങ്ങനത്തെ പരേഡും ചെയ്യരുത്. നീ കൊണ്ടാ ഞാൻ കൊണ്ടുവരേണ്ടി വരും. എന്ന് പറഞ്ഞ് തലേന് അവന് ഇത്തിരി കൂടി പേടിയുണ്ടെന്ന് തോന്നുന്നു. ഇവന് മറ്റവനൊട്ടും പേടിയില്ല. അവൻ മാക്സിമം കുറച്ചേരവിടെ നിൽക്കും. എത്തത്തില്ല, നമ്മള് നന്നായിട്ട് നനയും. നല്ല ഇതുണ്ട്, ഇറക്കമുണ്ട്. നന്നായിട്ട് നീ കാല് പൊക്കിയിട്ട് വെക്കടി. നല്ല ഒഴുക്കുമുണ്ട്, നല്ല നല്ല താഴ്ചയുണ്ട് കേട്ടോ. മറക്ക് വണ്ടോളൂ അപ്പുറത്തോട്ട് വായിലോട്ടൊന്നും കൊള്ളരുതേ. എടാ എന്നാ അവിടെ സ്റ്റാർട്ടിങ്ങിൽ പോയി
അവിടെ നിൽക്കണ്ടടി അതൊക്കെ ആദ്യം തന്നെ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. ഇത് കൂടുതലാന്ന് തോന്നുന്നു ഇവിടെ ആഴം. ഇവിടെ ഇച്ചിരി ആഴം കൂടുതലാന്ന് തോന്നി. തുടക്കത്തിലേ അല്ലേ എന്റെ ദൈവം കിട്ടാൻ നമ്മളിരുന്ന് ആദ്യം ഇറങ്ങിയ നീ അങ്ങോട്ട് വേഷം കെട്ട് കാണിക്കാതെ നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടിയും കൂടി അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ടോ, എൻ്റെ പരിസരമൊക്കെ നല്ല നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇവിടെയാണ് പിന്നെ ആഴം കുറവ്. മറ്റേന്ന് വെച്ചാൽ അവിടെ ആഴം കൂടുതൽ, അതുകൊണ്ടായിരിക്കും അവരൊരു വെട്ട് വെച്ചിരിക്കുന്നത് അവിടെ. പിക്നിക് സ്പോട്ടായിട്ട് തുറന്നു വെച്ചിരിക്കുകയാണ് ഇത്. ഇതാടി മാമ്പഴത്തോട്ടം ദേ കണ്ടില്ലേ, കുറെ മാങ്ങ നിൽക്കണ കണ്ടില്ലേ. എന്റെ പിള്ളേർക്ക് ഇറക്കാറില്ല. ഈ ചെടുന്നൊക്കെ ഇടക്കൊക്കെ കഴിഞ്ഞാൽ മുങ്ങി പോകുന്നത്. എനിക്ക് നല്ല നേരത്തോ കേട്ടാ ആ പിള്ളേരൊക്കെ നീന്തി കളിക്കുക. നീന്താനൊക്കെ അറിയാൻ തോന്നുന്നു. കുറച്ച് സമയം ഞാൻ നിങ്ങളെ മാലിലേക്ക് കൊണ്ടുപോയില്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു പിക്നിക്ക്?